അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങൾ. കാറ് പാർക്ക് ചെയ്ത രീതി, റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത രീതി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ വാഹനം പരമാവധി ലെഫ്റ്റ് സൈഡ് അടുപ്പിച്ച് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഈ രീതിയിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ വാഹനം ചെറിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉദാഹരണം, ഈ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് റോഡിൽ നിന്ന് മറ്റൊരു വാഹനം റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിൽ പിറകിലിരുന്ന ഡ്രൈവർ വാഹനം അവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമയത്ത് വാഹനത്തിൻ്റെ പിറകിലിരുന്ന കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ പ്രായം കൂടിയ ആൾക്കാരോ അറിവില്ലാത്ത ആൾക്കാർ, അതായത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാൾ ആ വാഹനത്തിൻ്റെ പിറകു വശത്ത് നിന്ന് പിറകിലെ റൈറ്റ് സൈഡിലെ ഡോറ് തുറക്കുകയാണെങ്കിൽ അതുവഴി കടന്നു വരുന്ന വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് സൈഡ് റോഡിൻ്റെ ഇടതുവശം ചേർന്നിട്ടാണ് വാഹനം കടന്നു പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വാഹനം കടന്നു പോകുന്ന സമയത്താണ് ഈ പിറകിലെ ഡോറ് തുറക്കുന്നതെങ്കിൽ ആ വാഹനം അപകടം സംഭവിക്കാൻ സാധ്യത. വാഹനത്തിൻ്റെ ഡോറ് പെട്ടെന്ന് തുറക്കുകയാണെങ്കിൽ ഈ സൈഡിലൂടെ കടന്നു പോകുന്ന വാഹനം ഈ ഡോറിന് തട്ടുകയും പരിക്ക് പറ്റുകയും വാഹനത്തിനും ആൾക്കും പരിക്ക് പറ്റുന്ന രീതിയിലുള്ള അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാഹനം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ച വാഹനം റോഡ് സൈഡിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആ വാഹനത്തിൻ്റെ സൈഡിലൂടെ, അതായത് അത്രയും ലെഫ്റ്റ് സൈഡ് അടുപ്പിച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത് അപകടകരമാണ്. കാരണം അറിവില്ലാത്ത കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരോ ഈ വാഹനത്തിൽ ഇരുന്നിട്ടുണ്ടാവും. അവരറിവില്ലാതെ ഈ റൈറ്റ് സൈഡിലെ ഡോറ് തുറക്കുകയാണെങ്കിൽ അതുവഴി കടന്നു പോകുന്ന വാഹനത്തിൽ തട്ടുകയും അവിടെ ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മളൊരു വാഹനം എടുത്ത് ഈ റോഡ് വഴി പോവുകയാണെങ്കിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത വാഹനം കാണുകയാണെങ്കിൽ നമ്മൾ വെറുതെ ലെഫ്റ്റ് സൈഡ് വാഹനത്തിന് അടുപ്പിച്ച് പോകുന്ന രീതി ഒഴിവാക്കി ഒരു ഡോർ തുറക്കാനുള്ള ഗ്യാപ്പ് ഒഴിവാക്കി പോകുന്നത് നന്നായിരിക്കും എന്നാണ് ബോധ്യപ്പെടുന്നത്. അതായത് വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് അറിവില്ലാത്ത ആൾക്കാർ, കുട്ടികളോ കാര്യങ്ങളോ ആണെങ്കിൽ ഈ വാഹനത്തിന്റെ ഡോർ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് മനസ്സിൽ കാണണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഈ വാഹനത്തിന്റെ ഡോർ തുറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോർ തുറന്നില്ലെങ്കിൽ അവിടെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആ ഡോർ തുറക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടേ വാഹനം എടുത്ത് പോകുകയുള്ളൂ. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടം. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാരെല്ലാവരും പൂർണ്ണമായി പഠിക്കുന്നില്ല. എന്നാലും ഈ വാഹനത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഡ്രൈവിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അപകടങ്ങളെ കുറിച്ചോ അറിയാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ അറിയാതെ ഡോർ തുറക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, വാഹനം പാർക്ക് ചെയ്യുന്നവർ ഇടതുവശം പരമാവധി ചേർത്ത് പാർക്ക് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, ചിൽഡ്രൻസ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ചെയ്ത് വെക്കുക. ഇത് രണ്ടും വാഹനത്തിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ വാഹനത്തിൽ ഇരിക്കുന്ന യാത്രക്കാരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വാഹനം ഓടിച്ച് റോഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഇങ്ങനെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഡോർ തുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മനസ്സിൽ കാണുക. ഡോർ തുറന്നു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത്രയും ഗ്യാപ്പ് വെച്ചിട്ട് മാത്രമേ വാഹനം കടന്നു പോകാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാകും. ഓക്കെ, ഇതിൽ കൂടുതലും വാഹനം ഡ്രൈവ് ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വാഹനം ഇങ്ങനെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത വാഹനത്തിന് അടുത്തുകൂടി പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് കുറച്ചുകൂടി അപകടം ഒഴിവാക്കാൻ പറ്റുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. ഓക്കെ, വാഹനം പാർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാഹനം പാർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ.